Good morning. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 3-ലെ കോഴ്സ് കോഡ് 3011 കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് സ്ട്രക്ചറൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. സോ അതിലത്തെ ഫസ്റ്റ് പോർഷൻ സ്റ്റോൺസിനെ കുറിച്ചിട്ടാണ്. ബിൽഡിംഗ് സ്റ്റോൺസ്. What are building stones? So definition: stones are naturally occurring compact, solid and massive material that make the crust of the earth. Technically the stones are called as rocks. എർത്തിൻ്റെ ക്രസ്റ്റിൽ ഉണ്ടാവുന്ന കോമ്പാക്ട് സോളിഡ് മാസീവ് മെറ്റീരിയലിനെയാണ് നമ്മൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ സ്റ്റോൺസ് തന്നെയാണ് റോക്സ്. പക്ഷേ എല്ലാ റോക്സും സ്റ്റോൺസ് ആകണമെന്നില്ല. The rocks occur in great variety. That rocks which possess the suitable properties often find use in building materials. ഒരു ബിൽഡിംഗ് മെറ്റീരിയലിന് ആവശ്യമായ പ്രോപ്പർട്ടീസ് ഉള്ള റോക്സിനെയാണ് നമ്മൾ ബിൽഡിംഗ് സ്റ്റോൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഫോളോസ് ദാറ്റ് ഓൾ ബിൽഡിംഗ് സ്റ്റോൺസ് ആർ റോക്സ് ഇൻ നേച്ചർ, ബട്ട് ഓൾ റോക്സ് മേ നോട്ട് ബി യൂസ്ഫുൾ ആസ് ബിൽഡിംഗ് സ്റ്റോൺസ്. Next is classification of stones. So the building stones are classified in 3 different ways. First is geological classification, second chemical classification and physical classification. Geological classification il thanne 3 types undu: igneous, sedimentary and metamorphic. And physical classification il adinte physical appearance അനുസരിച്ചിട്ടാണ്. that are stratified, unstratified and foliate. Chemical il പിന്നെയും siliceous, argillaceous and calcareous. So going to the first classification, geological classification. That is based on the mode of formation of the rock from which building stones are obtained. ഒരു ബിൽഡിംഗ് സ്റ്റോൺ എങ്ങനെയാണോ ഫോം ചെയ്യുന്നത് ആ രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഈസ് recognized as igneous rocks, sedimentary rocks and metamorphic rocks. So what are igneous rocks? Igneous എന്ന് വെച്ചാൽ ഫയർ എന്നാണ് അർത്ഥം. ദാറ്റ് ഇസ് igneous comes from ignis and ignis means fire. All those rocks of the earth that have been formed by the natural process of cooling and crystallization from originally hot and molten magma are grouped as igneous rocks. So നമ്മളുടെ എർത്തിൻ്റെ ഉള്ളിലുള്ള മാഗ്മ കൂൾ ചെയ്ത് ക്രിസ്റ്റൽ ചെയ്ത് ഉണ്ടാവുന്ന റോക്സിനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ ദ മോസ്റ്റ് അബണ്ടന്റ് റോക്സ് ഇൻ ദ ക്രസ്റ്റ് വെൻ കൺസിഡേർഡ് ഡെപ്ത് വൈസ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു എർത്തിൻ്റെ ഫുൾ ഇൻറ്റീരിയറിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. നെക്സ്റ്റ്, ഇഗ്നിയസ് റോക്സിന് തന്നെ അഗെയിൻ 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ആർ പ്ലൂട്ടോണിക് റോക്സ്, hyperbasal rocks and volcanic rocks. So in fact the igneous rocks are further distinguished by the geologist into 3 subclasses on the basis of their depth of formation. ഏത് ഒരു എർത്തിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയറിൽ നിന്ന് ഡെപ്ത് വൈസ് ഓരോ ഡെപ്തിലും ഫോം ചെയ്യുന്ന ഇഗ്നിയസ് റോക്സിന് 3 ഡിഫറെൻറ്റ് പേര് കൊടുത്തിട്ടുണ്ട്. First one is plutonic rocks. Plutonic rocks are formed at greater depth below the surface. They are exposed on the surface by erosion of the overlying secondary rocks with passage of time. So plutonic rocks are formed due to cooling of magma at a considerable depth from the earth's surface. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഏറ്റവും ഭയങ്കര താഴെയായി വളരെ കൂടുതൽ ഡെപ്തിൽ ഉള്ളിലായിട്ട് മാഗ്മ കൂൾ ചെയ്ത് ഉണ്ടാവുന്ന റോക്സാണ് പ്ലൂട്ടോണിക് റോക്സ്. സോ എർത്തിൻ്റെ വളരെ ഉള്ളിലായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂളിംഗ് പ്രോസസ്സ് തന്നെ ഭയങ്കര സ്ലോ ആയിരിക്കും. ആൻഡ് that kind of rocks possess coarsely grained crystalline structure. വളരെ വലുതായ കോസ്ലി ഗ്രെയിൻ എന്ന് വെച്ചാൽ സൈസ് വളരെ കൂടുതലായിരിക്കും. സോ നമ്മളുടെ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പ്ലൂട്ടോണിക് ടൈപ്പ് റോക്സ് ആണ്. സോ ഗ്രാനൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദിസ്. സോ ദീസ് ആർ പ്ലൂട്ടോണിക് റോക്സ്. ഉള്ളിലായിട്ട് ഫോം ചെയ്യുന്ന ഇതാണ് പ്ലൂട്ടോണിക് റോക്സ്. Next is volcanic rocks. These are formed on the surface of the earth. നമ്മൾക്കറിയാം മാഗ്മ എർത്തിൻ്റെ ഉള്ളിലാണ്. സോ അതിങ്ങനെ ഉള്ളിൽ തന്നെ ഇരുന്ന് കൂളാവുന്നതിനെയാണ് പ്ലൂട്ടോണിക് എന്ന് പറയുന്നത്. അത് മാഗ്മ സർഫസിലെത്തി കൂളാവുന്ന റോക്സിനെയാണ് നമ്മൾ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഫ്രം ലാവ കമ്മിങ് ഔട്ട് ഓഫ് ന്യൂമറസ് വോൾക്കാനോസ് ദാറ്റ് ഇറപ്റ്റ് ഫ്രം ടൈം ടു ടൈം. വി നോ ഈ മാഗ്മ എർത്തിൻ്റെ സർഫസിലോട്ട് വരുന്നത് ത്രൂ വോൾക്കാനോസ് ആണ്. സോ ഈ വോൾക്കാനോസ് വഴി അത് പുറത്തു വന്ന് ആ സർഫസിലിരുന്ന് കൂളാവുന്ന റോക്സിനാണ് വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. ബസാൾട്ട് ആൻഡ് ട്രാപ്പ് റോക്സ് ആർ വെരി കോമൺ എക്സാമ്പിൾസ്.
The constituent minerals are so small that they can be seen only after magnifying under microscope. ഇതിൻ്റെ അർത്ഥം these rocks are extremely fine-grained in structure. So they frequently contain some quantity of glass which is non-crystalline material. പിന്നെ ഇതിൻ്റെ കൂളിംഗ് ഈസ് വെരി റാപ്പിഡ് ആസ് കമ്പയർഡ് ടു പ്ലൂട്ടോണിക് റോക്സ്. നെക്സ്റ്റ് പറയുന്നത് ദ ഹൈപ്പർബൈസൽ റോക്സ് ആണ്. ഹൈപ്പർബൈസൽ റോക്സ് എന്ന് വെച്ചാൽ പ്ലൂട്ടോണിക് റോക്സ് എർത്തിൻ്റെ ഉള്ളിലും വോൾക്കാനിക് സർഫസിലും ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതിനാണ് ഹൈപ്പർബൈസൽ റോക്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ഫോംഡ് അറ്റ് ഷാലോ ഡെപ്സ് അബൌട്ട് 2 to 3 kilometers ബിലോ ദ സർഫസ് ഫ്രം മാഗ്മ ദാറ്റ് കുഡ് നോട്ട് കം ഔട്ട് ആസ് ലാവ. സോ നമ്മളുടെ വോൾക്കാനിക് ഇറപ്ഷൻ വഴി ലാവ പുറത്തോട്ട് വരുന്നു. ചില മാഗ്മാസ് ഉള്ളിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഉള്ളിൽ സർഫസിലോട്ട് വരാൻ പറ്റില്ല, ഒരു ഇത്തിരി ഷാലോ ഡെപ്സിൽ അവിടെ ഇരുന്ന് തന്നെ അത് കൂൾ ഡൗൺ ആയി പോവാറുണ്ട്. അങ്ങനെ അവിടെ ഫോം ചെയ്യുന്ന റോക്സിനെയാണ് ഹൈപ്പർബൈസൽ റോക്സ് എന്ന് പറയുന്നത്. ദേ ഷോ crystalline character that are partly coarse and partly fine. Rocks known as porphyries belongs to this group. So the next classification of geological classification of rocks are sedimentary rocks. So sediments എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം വെതറിങ് കഴിഞ്ഞ് ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് ഡിപ്പോസിറ്റായി വരുന്നതിനാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് നമ്മൾ പറയുന്നത്. So sedimentary rock, sediment is equal to particle. They are the most widespread rocks found covering a great part of the surface of the earth. The sedimentary rocks are formed from any type of pre-existing rocks by a simple process of breakdown into smaller particles under the influence of natural agencies like wind, water, ice and atmospheric gases. So ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ റോക്കിനെ വെതറിങ് പ്രോസസ്സ് വഴി, ദാറ്റ് മീൻസ് വിൻഡ്, വാട്ടർ, ഐസ് അങ്ങനെ നാച്ചുറൽ പ്രോസസ്സ് വഴി അതിനെ ചെറിയ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി ആ ഡിപ്പോസിറ്റ് കൊണ്ടുണ്ടാവുന്ന റോക്സ് ആണ് sedimentary rocks. So these are sedimentary rocks. Next, the natural process of rock disintegration are called weathering or erosion. The sediments produced by natural agencies are transported by these very natural agencies to riverbed, lake basin, seas and ocean where this deposition takes place for millions of years. Means ഒരു വെതറിങ് ഒരു പ്ലേസിൽ നടക്കുകയാണെങ്കിൽ ആ വെതറിങ് കഴിഞ്ഞുണ്ടാകുന്ന അതിൻ്റെ ഡിസിൻറ്റഗ്രേറ്റഡ് പാർട്സിനെ ഓരോ നാച്ചുറൽ ഏജൻസീസും വഴി അത് കുറേ ദൂരെയുള്ള റിവർ ബെഡ്സ്, ലേക്ക് ബേസിനിലും ഓഷ്യൻസിലൊക്കെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്ത് ആഫ്റ്റർ മില്യൺ ഓഫ് ഇയേഴ്സ് ആണ് അത് രൂപപ്പെട്ട് സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുന്നത്. Gradually, the particles so deposited are compressed under their own load into hard massive rocks called secondary rocks. Since they are formed of sediments, it is quite appropriate to call them sedimentary rocks. So just like igneous rocks, sedimentary rocks may also be formed in different manners. Sedimentary rocks in classification subgroups are clastic rocks, chemically formed rocks and organically formed rocks. So what are clastic rocks? Already ഒരു പ്രീവിയസ് റോക്കിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പിന്നെയും ഒരു റോക്കായിട്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസ്റ്റിക് റോക്സ് എന്ന് പറയുന്നത്. So these are sedimentary rocks formed by deposition, consolidation of disintegrated sediments and fragments from the previous rocks in suitable river basins, lake and sea basins. So they form very good type of building stone. Next is chemically formed rocks. So ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ, ലേക്ക് അങ്ങനെ വാട്ടറിൽ നിന്ന് അതിൻ്റെ പ്രസിപ്പിറ്റേഷൻസ് പതിയെ ഡിപ്പോസിറ്റായി ഉണ്ടാവുന്നതിനാണ് കെമിക്കലി ഫോംഡ് റോക്സ് എന്ന് പറയുന്നത്. മെനി സെഡിമെൻ്ററി റോക്സ് ആർ പ്രസിപ്പിറ്റേറ്റഡ് ഫ്രം റിവർ, ലേക്ക് ആൻഡ് എസ്പെഷ്യലി ഫ്രം സീ വാട്ടർ ബൈ ഇവാപറേഷൻ. ദ വാട്ടർ മേ ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് ദീസ് കോമ്പൗണ്ട്സ് വിത്ത് പാസേജ് ഓഫ് ടൈം ആൻഡ് പ്രസിപ്പിറ്റേറ്റ് ദം. ഈ വാട്ടർ ബോഡീസിലുണ്ടാവുന്ന പ്രസിപ്പിറ്റേഷൻ ഓരോരുത്തർ അക്യുമുലേറ്റ് ആയി അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഇവോപ്പറേറ്റ് ആയി പോയി ബാക്കിയുള്ള സോളിഡ് കണ്ടൻസ് കൂടി ഉണ്ടാവുന്നതിനാണ് കെമിക്കലി ഫോംഡ് റോക്സ് എന്ന് പറയുന്നത്. സോ ലൈംസ്റ്റോൺ, ജിപ്സം, ആൻഹൈഡ്രേറ്റ് ആൻഡ് റോക്ക് സോൾട്സ് എല്ലാം ഇതിൻ്റെ എക്സാമ്പിളാണ്. നൺ ഓഫ് ദം ആർ യൂസ്ഡ് as building stone. So this is not a good building stone material. Next is organic formed sedimentary rocks. So
more than 70% of the surface of the earth is covered with water in the form of sea and ocean. So great variety of life exists in these great water bodies. Many sea animals have their hard parts made up of bones which are a mixture of calcium and magnesium carbonates. These parts accumulate at proper places on the seafloor. Gradually huge thickness of such deposits gets formed and compacted, consolidated with passage of time. These are called organically formed sedimentary rocks. പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾക്കറിയാം നമ്മളുടെ എർത്തിൽ 70% വാട്ടർ ബോഡീസ് ആണ്. സോ ഈ സീ ആനിമൽസിൻ്റെ ഡെത്ത് ആഫ്റ്റർ അവർ അതിൻ്റെ ബോൺസിൽ നിന്നും അതുപോലെ ആഫ്റ്റർ ഡെത്ത് ആ പാർട്സ് ഒക്കെ അക്യുമുലേറ്റ് ആയി വിത്ത് പാസേജ് ഓഫ് ടൈം ഫോം ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഓർഗാനിക്കലി ഫോംഡ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഓർഗാനിക്കലി ഫോംഡ് സെഡിമെൻ്ററി റോക്സ് ഇസ് great variety of limestone. Next geological classification are metamorphic rocks. Meta means change, morph means form. So these are originally either igneous or sedimentary rocks. The process for their change under the influence of increased temperature, pressure, chemical environment is called metamorphism. ഒരു temperature, pressure, chemical, environmental, the change occurring to igneous or sedimentary rocks. അങ്ങനെ ചേഞ്ച് ആയി ട്രാൻസ്ഫോം ആയി വരുന്ന റോക്സ് ആണ് മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. സോ വെൻ ആൻ എക്സിസ്റ്റിംഗ് റോക്ക് ഗെറ്റ് സബ്ജക്റ്റഡ് ടു ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഓർ ചേഞ്ച് സ്ട്രെസ്സസ് കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സ് ഇറ്റ് അണ്ടർഗോസ് എ സ്ലോ ബട്ട് ഡെഫിനിറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് ഒറിജിനൽ സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ. ദ ന്യൂ റോക്സ് ഓഫ് ഫോംഡ് ഇസ് കോൾഡ് മെറ്റാമോർഫിക് റോക്ക്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ റോക്ക് ക്യാൻ ബി ഇഗ്നിയസ് ഓർ സെഡിമെൻ്ററി റോക്സ്. ഏതെങ്കിലും ഒരു റോക്കിനെ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയോ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്ട്രെസ്സസ് കൂടുകയോ ഏതെങ്കിലും കെമിക്കൽ ആക്റ്റീവ് ഫ്ലൂയിഡ്സുമായിട്ട് അത് കോണ്ടാക്റ്റിൽ വരികയോ ചെയ്യുമ്പോൾ ഇറ്റ് അണ്ടർഗോസ് സം ചേഞ്ചസ് ഇൻ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ. അങ്ങനെ മാറി വരുന്ന റോക്കിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. സോ മാർബിൾ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റാമോർഫിക് റോക്ക്. Two well-known examples of metamorphic rock are marble and slate. TWO ആണ്. The marble is formed in natural environment by very gradual heating of sedimentary rocks limestone in its natural environment. So sedimentary rock limestone അതിൻ്റെ ഹീറ്റിംഗ് കാരണം ട്രാൻസ്ഫോം ആയി മാർബിൾ ആയി മാറും. So marble is an example of metamorphic rock. The heating may be caused by rise of magma from below in a limestone area. Similarly, another sedimentary rock, shale, may be formed by combined action of temperature, pressure and chemically active fluids that gets changed to a metamorphic rock slate. Shale change ആയി വരുന്നതാണ് slate. So we know next classification, chemical classification ആണ്. അതിൻ്റെയാണ് silicious, calcareous and argillaceous. So on the base of dominant chemical composition, there are main groups of rocks are formed as recognized. First, silicious rocks. These rocks have silica content, SiO2, as a predominant component, that is more than 50% of the composition of rock. റോക്കിൻ്റെ 50% കൂടുതലും സിലിക്കയാണ്, SiO2 ആണ്. സോ അത് silicious റോക്സിൽ വരുന്നു. So they include variety of quartzites. Naturally, they are classed among the strong type of building stones. Some other rocks like granite, sandstones, gneisses are made up of silica in combined form. So this is the picture of the silicious rocks. Next is calcareous rocks. Silicious rocks SiO2 ആണ് കൂടുതലെങ്കിൽ in this rocks dominant component carbonate ആണ്. That is generally of calcium but often with magnesium. Most commonly they belong to sedimentary and metamorphic group of rocks. Limestone, dolomite, marbles are entirely carbonate rocks and all form good building stones. These are calcareous rocks, calcium. Next is argillaceous rocks. So these are mostly sedimentary rocks having clay. That are clay എന്ന് പറയുന്ന hydrous aluminosilicates of potassium, sodium, calcium, magnesium as a dominant constituent. So they are invariably soft and untrustworthy as a building stone and untrustworthy as a building stone. So ഭയങ്കര soft ആണ്. Example shales, slate and schist. So geological classification കണ്ടു, chemical classification കണ്ടു. Next is structural classification. So structural classificationൽ നമ്മൾക്കറിയാം stratified, unstratified and foliated rocks ആണുള്ളത്.
So the massive or unstratified rocks. These rocks occur in huge masses without showing any layered structure in them. Stratified എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ട്രാറ്റാസ് ഉള്ളത്, ദാറ്റ് മീൻസ് ഓരോ ലെയേഴ്സ് ഉള്ളത്. സോ അതിൻ്റെ ഓപ്പോസിറ്റാണ് മാസീവ് ഓർ അൺസ്ട്രാറ്റിഫൈഡ്, മീൻസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി ലെയേർഡ് സ്ട്രക്ചർ ഇൻ ദം. Igneous and many metamorphic rocks and some sedimentary rocks may be seen occurring as big masses. So stratas ഉണ്ടാവില്ല, ബിഗ് മാസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിനാണ് മാസീവ് റോക്സ് ഓർ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് ആൻഡ് ക്വാർട്സൈറ്റ്സ് ഓഫൺ ഒക്കർ ഇൻ മാസീവ് ഫോം. സോ ദീസ് ആർ മാസീവ് ഓർ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്. നമ്മൾക്ക് കാണാം ഇതിൽ ഒരു സ്ട്രാറ്റാസോ എന്തെങ്കിലും ഡിഫറെൻറ്റ് ലെയേഴ്സോ ഒന്നും കാണാൻ പറ്റുന്നില്ല. The next stratified rocks. So പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും, വി ക്യാൻ സി ലെയർ ഓരോ സ്ട്രാറ്റാസ് ആയിട്ട് കാണുന്നത്. സോ അതിനെയാണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്, ബെഡിങ് പ്ലെയിൻസ്. Most sedimentary rocks occur in distinct layers of same and different color and composition. Their different layers are also called beds and are separated by planes of weaknesses called bedding planes. Next is foliated rocks. Very often a third group of rock is distinguished as foliated rocks, in which there is profuse development of well-defined band of different composition. This is seen as schist and gneisses. The foliated rocks do not yield building stone of good quality. So ഇതിൽ പറയുന്നത് പ്രൊഫ്യൂസ് ഡെവലപ്മെൻറ്റ് ഓഫ് വെൽ ഡിഫൈൻഡ് ബാൻഡ് എന്ന് പറയുന്നത് ഓഫ് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ, പല പല കോമ്പോസിഷൻ്റെ ഓരോ കണ്ടന്റ് ഉണ്ടാവും. So these rocks have a tendency to be split up in a definite direction. The foliated structure is very common in case of metamorphic rocks. Next topic is quarrying of stones. So what is quarrying? Quarrying എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി ഒക്കറിങ് പ്ലേസ് അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ സ്റ്റോണിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് ആ പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ്സ് നോൺ as quarrying. So it is known that stones occur in nature in the form of natural rock masses forming hills or walls of the valleys. These have to be broken and extracted from those natural outcrops for using in the construction. ഒരു വലിയ നാച്ചുറൽ റോക്ക് മാസ് ആയിരിക്കുന്ന റോക്കിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഓരോ പീസസ് ആയിട്ട് എടുക്കുന്നതിനെയാണ് ക്വാറിയിങ് എന്ന് പറയുന്നത്. So the process of extraction of suitable stones from their natural place of occurrence for use in construction is called quarrying. Quarrying is different than mining. Quarrying is different than mining used for extraction of ores for metals in that in mining we go deep below the surface. The top surface is left intact and the ores are extracted from under the earth. So what is the difference between quarrying and mining എന്നാണ് പറയുന്നത് ചോദിക്കുന്നത്. ഇതിൽ ചോദിക്കുന്നത് ക്വാറിയിങ്ങിൻ്റെ മൈനിങ്ങിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്യൂറസ്റ്റ് ഫോം, ഒരു മെറ്റലിൻ്റെ പ്യൂറസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും ഉള്ളിലോട്ട് അതിൻ്റെ കോറിലോട്ട് ഇറങ്ങി ചെന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ അതിൻ്റെ സർഫസിനെ ടച്ച് ചെയ്യുന്നില്ല. ബട്ട് ക്വാറിയിങ് അങ്ങനെയല്ല, ഫ്രം ദ സർഫസ് ഇറ്റ് സെൽഫ് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ക്വാറിയിങ് എന്ന് പറയുന്നത്. സോ ഇൻ ക്വാറിയിങ് however the process of extraction starts from the surface. So quarrying tools are wedge, pin, hammer, dipper or scraping spoon, tamping bar, priming needle, jumper, borer, claying iron, crowbar. So wedge എന്ന് പറയുന്നത് ഇതാണ് wedge. This is pin. Hammer, ഇതാണ് ratchet boring machine. This is drill. ഇത് dipper. ഇത് tamping bar. ഇത് priming needle. This is jumper. ഇത് crowbar. ഇത് chisel pointed wedge and this is claying iron. So quarrying methods എന്തൊക്കെയാണെന്നുള്ളതാണ്. The rocks suitable for the manufacture of stone materials are called useful minerals and the operations involved in obtaining minerals are called minings. So in the process of mining, voids formed are called excavations and the mined deposits are the quarries. The purpose of quarrying is to obtain stones for various engineering purposes. Depending upon the nature and surface of the rocks and the purpose for which stones are needed, quarrying is done by excavating, wedging, heating or blasting. So first method is excavating. Excavating la endha cheyyunnu vechu kayna the stones buried in earth or under
under loose overburden are excavated with pickaxes, crowbars, chisels, hammers, etc. എക്സ്കവേറ്റിംഗ് ഒന്നുമല്ല, താഴെയുള്ള ബറീഡ് എർത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർബേർഡിൻ്റെ അടിയിലിരിക്കുന്ന സ്റ്റോൺസിൽ നമ്മൾ ചെറിയ ചെറിയ ടൂൾസ് വെച്ച് എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിനെ എടുക്കുന്നതാണ് എക്സ്കവേറ്റിംഗ് പ്രോസസ്, ഓർ ദാറ്റ് ഇസ് എ മഡ് കോറിംഗ് മെത്തേഡ്. നെക്സ്റ്റ് ഇസ് വെഡ്ജിങ്. This method of coring is suitable for costly, soft and stratified rocks such as sandstone, limestone, laterite, marble and slate. ഇതിനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. About 10 to 15 deep holes at around 10 cm spacing are made vertically in the rock. Steel pins and wedges or plugs and feathers are inserted in them. These plugs are then struck simultaneously with sledgehammer. So wedging നമ്മൾക്കറിയാം 10 to 15 സെൻറ്റിമീറ്ററിൽ 10 സെൻറ്റിമീറ്റർ സ്പേസിങ്ങിൽ നമ്മളൊരു ലൈനായിട്ട് വെഡ്ജസ് അടിച്ചിറക്കിയിട്ട് അതേ സെയിം ഒരുമിച്ച് അതേ അടിച്ച് ഒരു സ്ട്രാറ്റയായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് വെഡ്ജിങ് പ്രോസസ്സ്. സോ അത് സ്ട്രാറ്റിഫൈഡ് റോക്സിന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ നോക്കണമെങ്കിൽ ഇവിടെ ഓരോരോ വെഡ്ജായിട്ട് നമ്മൾ ഓരോരോ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഇത് അടിച്ചിറക്കിയിട്ട് ഒരേ സമയത്ത് നമ്മൾ ഇതിനെ ഹാമർ വെച്ച് അടിച്ച് ഇതിന് 2 സ്ട്രാറ്റയാക്കി ഇതൊന്നായിട്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ഔട്ടായിട്ട് കിട്ടും. So the rock slab splits along the lines of the least resistance through holes. The slab is completely detached and taken out with the help of crowbars and rollers. In this method, wastage is minimum and the slabs of required size and shape can be quarried. Next method of quarrying is heating. So heating is most suitable for quarrying small, thin and regular blocks of stones from rocks such as granite and gneiss. A heap of fuel is piled and fired on the surface of the rock in small area. The two consecutive layers of rock separate because of uneven expansion of the two layers. So heating il cheyyunnathu, a heap of fuel is piled and fired on the surface of the rock. Rockile surface il fuel pile ചെയ്തിട്ട് ഫയർ ചെയ്യും. സോ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അൺഈവൻ എക്സ്പാൻഷൻ കാരണം ഈ റോക്കിൽ നമുക്ക് 2 ലെയറായിട്ട് സെപ്പറേറ്റ് ഔട്ടായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ദ ലൂസൻഡ് റോക്ക് പോർഷൻസ് ആർ ബ്രോക്കൺ ഇൻ ടു പീസ് ഓഫ് ഡിസൈർഡ് സൈസ് ആൻഡ് ആർ റിമൂവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്കാക്സസ്. Stone blocks obtained are very suitable for coarse rubble masonry. Sometimes intermediate layers are to be separated from the top and bottom layers. In such a case, the intermediate layer is heated electrically and the expansion separates it from the other two and crowbars. So നമ്മളിവിടെ പറഞ്ഞത് മുകളിൽ വെച്ച് നമ്മൾക്ക് ഇതുപോലെ ഹീറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇഫ് ഇൻ്റർമീഡിയറ്റ് ലെയറാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റ് ലെയറിന് നമ്മൾ ഇലക്ട്രിക്കലി ഹീറ്റ് കൊടുക്കും. സോ മുകളിൽ ടോപ്പ് ലെയറും ബോട്ടം ലെയറും എക്സ്പാൻഡ് ചെയ്യും. സോ അതിനെ സ്ട്രാറ്റിഫൈ ചെയ്യാൻ പറ്റും. The next method of quarrying is blasting. So the explosive used are blasting powder, blasting cotton, dynamite, cordite. The operations involved are boring, charging, tamping and firing. So ഇതിൽ ചെയ്യുന്ന ഒരു റോക്ക് സർഫസിലോട്ട് നമ്മൾ ബോർ ചെയ്തിട്ട് എക്സ്പ്ലോസീവ് ഇറക്കി വെക്കുകയാണ്. സോ എക്സ്പ്ലോസീവ് ചാർജ് ചെയ്തിട്ട് അതിന് ടാമ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫയർ ചെയ്യുക, എക്സ്പ്ലോഷൻ സംഭവിക്കുക, എക്സ്പ്ലോഡ് ചെയ്യുക, സ്റ്റോൺസിനെ സ്മോളർ പീസാക്കി നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യും. So what is boring? Holes are drilled or bored in the rock to be dislodged. For vertical holes, jumper is used, whereas for inclined or horizontal holes, boring bars are used. One person holds the jumper exactly in the place where hole is to be made. The other person strikes it up and down and rotates it simultaneously. So water is poured in the hole regularly during the operation to soften the rock and facilitate drilling. The muddy paste generated in the process is removed from the holes by scraping. For hard rocks, machine drilling is employed instead of hand drilling. So we know boring എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കിൽ നമ്മൾ എക്സ്പ്ലോസീവ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഹോൾസിനെയാണ്. സോ അത് ഹൊറിസോണ്ടലാവും വെർട്ടിക്കലാവും. ഹൊറിസോണ്ടലിൽ നമ്മൾ നേരത്തെ കണ്ട ബോറിംഗ് ടൂളാണ്, ജമ്പർ വെച്ചിട്ടാണ് ബോർ ചെയ്യുന്നത്. ഹൊറിസോണ്ടലിന് ബോറിംഗ് ബാർസ് യൂസ് ചെയ്യാം. വാട്ടർ കൊടുക്കുകയാണെങ്കിൽ അത് ഈസി ഡ്രില്ലിങ്ങിന് ഹെൽപ്ഫുള്ളാവും. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് എന്തുവാണോ അത് റൊട്ടേറ്റ് ചെയ്ത് ഇറക്കിയാൽ നമ്മൾക്ക് എളുപ്പത്തിൽ ബോർ ചെയ്യാൻ പറ്റും. സോ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് ഡ്രില്ലിങ്ങിനാണ്. ഇൻ കേസ് ഹാർഡ് റോക്സ് ആണെങ്കിൽ വിൽ ഗോ ഫോർ മെഷീൻ ഡ്രില്ലിംഗ്. Next is charging. The holes are dried completely and the required amount of charge is placed in the holes. For
For drying the holes, rag is tied in the scraper and is moved in the hole from where it absorbs moisture, if any. In case it is found that water is oozing into the hole, water tightness is ensured inside the hole. So mainly charging time la namukku dry holes venam. For that നമ്മൾ ഒരു റാഗ് വെച്ചിട്ട് അതിൻ്റെ മോയ്സ്ചറൊക്കെ അബ്സോർബ് ചെയ്ത് എടുപ്പിക്കും. ഇൻ കേസ് ആ ഹോളിൽ കൂടെ വെള്ളം വരുന്നതാണെങ്കിൽ വാട്ടർ ടൈറ്റ്നെസ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ചാർജ് ചെയ്യുന്ന ടൈമിൽ. നെക്സ്റ്റ് ഇസ് സ്റ്റാമ്പിങ്. സോ ആഫ്റ്റർ പ്ലേസിംഗ് ദ ചാർജ് ഇൻ ദ ഹോൾ, എ ഗ്രീസ്ഡ് പ്രൈമിംഗ് നീഡിൽ projecting a little outside the hole is placed in the hole, which is then filled up with damp clay or stone dust in layers stamped sufficiently with a braced tamping rod. The priming needle should be kept on rotating while tamping is going on. This is done so that the needle remains loose in the hole. The priming needle is then taken out and 60 to 75% of space created by withdrawal of needle is filled with gunpowder. സോ ടാമ്പിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളിപ്പം ചാർജ് ചെയ്ത മെറ്റീരിയൽ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രീസ്ഡ് നീഡിൽ, ദാറ്റ് മീൻസ് നമ്മൾക്ക് പുറത്തുനിന്ന് എക്സ്പ്ലോസീവിനെ എക്സ്പ്ലോഡ് ചെയ്യിക്കാൻ പാകത്തിനുള്ള ഒരു ഗ്രീസ്ഡ് പ്രൈമിംഗ് നീഡിൽ നമ്മളത് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇടുന്നതാണ്. സോ അത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഡാമ്പ് ക്ലേയോ സ്റ്റോൺസ് വെച്ചിട്ടോ അത് സ്റ്റോൺ ഡസ്റ്റ് വെച്ചിട്ടോ പതിയെ ടാമ്പ് ചെയ്ത് ഫുള്ളി അതിനെ കവർ ചെയ്യും. സോ ദ പ്രൈമിംഗ് നീഡിൽ ഷുഡ് ബി കെപ്റ്റ് ഓൺ റൊട്ടേറ്റിംഗ്. ഇതിന് പ്രൈമിംഗ് നീഡിലിനെ നമ്മളിപ്പോൾ ലൂസാക്കി തന്നെ വെക്കണം. കാരണം നമ്മളിപ്പം ഫയർ ചെയ്യുന്ന ടൈമിൽ ആ ഫയർ ഉള്ളിലോട്ട് ഇറങ്ങാൻ പാകത്തിൽ അതിൻ്റെ ചുറ്റുമുള്ള സ്റ്റോൺ ഡസ്റ്റോ ക്ലേയോ ലൂസായിട്ടിരിക്കാൻ വേണ്ടി അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടാമ്പ് ചെയ്യുന്നത്. So the priming needle is then taken out and 60 to 75% of the space created by the withdrawal of needle is filled with gunpowder. A Bickford fuse or a small drop of cotton coated with tar is placed just touching the needle. ആ നീഡിലിനെ പിന്നെ നമ്മൾക്ക് കത്തിക്കാൻ ഫയർ ചെയ്യാൻ പാകത്തിന് ഒരു സ്മോൾ ഡ്രോപ്പോ എന്തെങ്കിലും മെറ്റീരിയൽ ഇട്ട് കോട്ട് ചെയ്തിട്ട് അതിന് നീഡിലുമായിട്ട് കണക്ഷൻ കൊടുക്കും. സോ ദ അതർ എൻഡ് ഓഫ് ദ ഫ്യൂസ് ഇസ് കെപ്റ്റ് of sufficient length so that the person igniting it can move away to a safe place. ജസ്റ്റ് എക്സ്പ്ലോഷന് വേണ്ടി ഫയർ ചെയ്യാൻ പാകത്തിന് സഫിഷ്യൻറ്റ് ലെങ്ത്തിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഫയറിംഗ് ആണ്. ദ ബ്ലാസ്റ്റിംഗ് പൗഡർ ആൻഡ് cordate are ignited by means of a fuse, whereas gun, cotton and dynamite are exploded by detonation. Next, what are the precautions in blasting? So blastingൻ്റെ 4 സ്റ്റേജ് എന്ന് പറയുന്നത് ബോറിംഗ്, ചാർജിങ്, tamping and firing ആണ്. Precautions in blasting should not be carried out in late evening or early morning hours. The blasting hours should be made public and a siren should warn the workmen and nearby public timely to retire to a safe distance. The danger zone, an area of about 200-meter radius, should be marked with red flags. The first aid should be available. Number of charges fired, number of charges exploded and the misfires should be recorded. Explosives should be stored and handled carefully. Detonators and explosives should not be kept together. Cartridges should be handled with rubber or polythene gloves. A maximum of 10 boreholes are exploded at a time, and that also successively, not simultaneously. So next is the types of explosives used. Blasting powder or gunpowder. And the composition, characteristics, suitability. Characteristics നമുക്ക് വായിക്കാൻ പറ്റും. It has a great lifting power but has a little shattering effect. It is easily ignited. It is cheap. Suitability in carrying large blocks. Next, blasting cotton or gun cotton. It is common, saturated with nitric acid. So characteristics, when dry it is highly inflammable. It can detonate by a shock or even by sunlight. ചൂട് കൊണ്ട് അത് ചിലപ്പം ഫയർ ആയിപ്പോയി എന്ന് വരാം. It has good shattering effect but not lifting power used where demolitions are required. Next, dynamite. It is 75% nitroglycerin absorbed in 25% sandy earth or solids. Characteristics, it is sensitive to friction and shock. It is the most shattering and powerful explosive. It is unsuitable in cold climate. Specific gravity is 1.4. And suitability for small boreholes, small quarries, dam situations.
നെക്സ്റ്റ് കോഡൈറ്റ്, ജെലാറ്റിൻ എല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കി വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ്. So by dressing of stones is meant what is dressing of stones? That is the process of giving a proper size, shape and finish to the roughly broken stone as obtained from quarry. So quarryയിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ഒരു റഫ് ബ്രോക്കൺ സ്റ്റോണിന് അതിനൊരു ഷേപ്പും സൈസും ഫിനിഷും കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡൺ either manually or mechanically or in some case using both the methods. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടും ചെയ്യുന്നതാണ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാറീസിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്ന നമ്മളുടെ ബിൽഡിംഗ് സ്റ്റോൺസ് വെരി റഫും ഇറഗുലർ ഷേപ്പും ആയിരിക്കും. ആൻഡ് they might be too bulky to be used in construction. So our objectives are to reduce the size of blocks to easily portable units and small size ലോട്ട് അതിനെ മാറ്റാനും. This is often done at quarry itself because the transport of big rock may be costly. So first is to reduce the size of blocks to easily portable units. Portable എന്ന് വെച്ചാൽ എടുത്ത് മാറ്റാൻ തക്കവണ്ണം ചെറിയ സൈസാക്കി മാറ്റുക. Next objective, to give a proper shape to the stone. That is, we can use stones in foundations as blocks, in walls as small units, in floors as slabs, and in columns as rounded or square pillars. So നമ്മളുടെ യൂസ്, നമ്മളുടെ എവിടെയാണോ നമ്മൾക്ക് യൂസ് ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ളൊരു ഷേപ്പ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുന്നത്. Each situation requires a proper shape that has to be given under the process of dressing. The third objective, to obtain an appealing finish. That is, stones always come in rough and rugged form. So അതിന് ഒരു അപ്പിയറൻസ് വഴി ഒരു നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് we'll go for dressing. For use in building construction in walls and exteriors, they have to be given an aesthetic appealing finish. So a stone has its own distinction, beauty and individuality in a concrete jungle. So the methods we already had discussed. First is manually dressing, mechanically dressing, and third is combination of two. So dressing of stones can be done both manually or mechanically. Manually, that is, skilled workers can work wonders on suitable types of stones with chisels, hammers and abrasives. Not only they can give excellent finish and polish the stones, but also may do carving and engraving that can withstand centuries. Next is mechanically, that is with using special saw-fitted machines. So these machines can cut slabs and any other shape from rough rocks. These are also called rock cutters. So the grinding and polishing machines are fitted with wheels or discs with abrasives capable enough to give polish and fine finish to any desired degree, even on the hardest of stones. So ഈ റോക്ക് കട്ടേഴ്സും മെഷീൻസും വെച്ചിട്ട് നമ്മൾ മെക്കാനിക്കലി ഇതിനെ കട്ട് ചെയ്ത് അതിനെ ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്ത് വിത്ത് യൂസ് ഓഫ് അബ്രേസീവ്സ്. അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരസി ഉണ്ടാവുന്ന ആ ഒരു ഫിനിഷേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഡ്രസ്സ് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് one method. Second is manually with the use of chisels, hammers and abrasives. ഈവൻ നമ്മൾക്കറിയാം വലിയ വലിയ ആർട്ടിസ്റ്റൊക്കെ അതിൽ കൂടെ നമ്മൾ എൻഗ്രേവ് ചെയ്ത് കാവ് ചെയ്ത് ഡിഫറെൻറ്റ് ആർട്ട് ഫോംസ് ഒക്കെ സ്റ്റോൺസിൽ തന്നെ ചെയ്യുന്നതാണ്. ഫോർ ടെമ്പിൾ ഹിസ്റ്ററിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാവുന്നതാണ്. നെക്സ്റ്റ്, ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് ക്യാൻ ബി ഡൺ ബോത്ത് മാനുവലി ആൻഡ് മെക്കാനിക്കലി, രണ്ടിൻ്റെ കോമ്പിനേഷൻ. സോ ഇതൊരു ഡ്രസ്സിങ് മെത്തേഡാണ്. സോ ഡ്രസ്സിങ് മെത്തേഡ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഓരോന്നേ ആയിട്ട് നോക്കാം. ഫസ്റ്റ് is pitched dressing. In this method, only the edges of the block are leveled skillfully by use of hammers. The surface is left and originally cut. Edge മാത്രം ചിസലോ ഹാമറോ യൂസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കുന്നതാണ് പിച്ച്ഡ് ഡ്രസ്സിങ്. Second is hammer dressing. In this method of dressing, edge as well as the face are reduced to even regular surface. It has pitted appearance on the surface. So ഇതിൽ നമ്മൾ എഡ്ജും ഫേസും ഒരേപോലെ റെഗുലർ സർഫസ് ആയിട്ട് എടുക്കും. Third, chisel dressing. In this method, straight grooves are made with the help of a chisel at four edges. The superfluous stone from the center is removed. The superfluous stone from the center is removed. Chisel drafted stones, especially
used in plinths and corner of the building. So ഇതിൽ പറയുന്നത് സ്ട്രെയിറ്റ് ഗ്രൂവ്സ് 4 സൈഡിലും ഒരു ചിസിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ഗ്രൂവ്സ് ഉണ്ടാക്കും. ഇതിൻ്റെ സർഫസിൽ നിന്ന് പുറത്തോട്ട് ഇരിക്കുന്ന എല്ലാ എക്സസീവ് സ്റ്റോൺസും നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതിനെയാണ് സൂപ്പർഫ്ലൂയസ് സ്റ്റോൺ എന്ന് പറയുന്നത്. ദ ചിസൽ ഡ്രാഫ്റ്റഡ് സ്റ്റോൺസ് ആർ സ്പെഷ്യലി യൂസ്ഡ് ഇൻ plinths and corner of the building. Next is rough tooling. In rough tooling, the edges are first made square by using chisel and hammer. Then a series of grooves of variable width are developed over the surface of the stone. Next is sponged dressing. It is done on the stone that have already been roughed. A series of parallel ridges are made on the stone surface using hammer and chisel. It is also called furrowed finish. So this is sponged. ഓരോ പഞ്ചസ് കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു ഫിനിഷ് കൊടുക്കാൻ പഞ്ച്ഡ് ഡ്രസ്സിംഗ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് ക്ലോസ്ഡ് പിക്ഡ് ഫൈൻ ടൂളിംഗ്. ദിസ് ഈസ് എക്സ്ട്രീം ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഇൻ വിച്ച് ഓൾമോസ്റ്റ് എവറി ടൈപ്പ് ഓഫ് പ്രൊജക്റ്റിംഗ് ഇറഗുലാരിറ്റി is removed from all 4 sides of the stones. Its surface is given fine finish and an appealing look. നല്ല Next is bossed or drawed finish. It is very common type of dressing of stones in which the surface of the stone is covered with parallel marks that may run in any direction. A bossed, which is actually a wide-edged chisel, is used for this purpose. These marks may be horizontal or at any angle. The chisel marks are not continuous across the whole width of the stone. So bossed or drawed finish എന്ന് പറയുന്നത് നോൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള പാരലൽ മാർക്സ് സ്റ്റോൺസിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഈ മാർക്സ് മേ ബി ഹൊറിസോണ്ടൽ ആവാം, ഇൻക്ലൈൻഡ് ആവാം, വെർട്ടിക്കൽ ആവാം. സോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബോസ്റ്റർ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ ചിസൽ ഹാവിങ് എ വിഡ്ത്ത് ഓഫ് അബൌട്ട് 60 mm. നെക്സ്റ്റ് ഇസ് സ്കേബ്ലിംഗ്. Scabling, irregular edges of the stones are broken off and the stone is shaped. This work is generally done in a quarry. The edges are broken with a scabling hammer. Next is reticulated finish. In this type of dressing of stones, irregularly shaped sinking are made within central portion of the stones having a 2 cm wide margin on its sides. So, ഒരു 2 cm margin 4 സൈഡിലും വിട്ടിട്ട് irregularly shaped sinkings are made within the central portion. So, this is the reticulated dressing finish. ഇതിൽ നമ്മൾ 4 വശവും സൈഡ്സ് വിട്ടിട്ട് ഓരോ സിങ്കിങ് മാർക്സ് ഇറഗുലർലി ഷേപ്പില്ലാത്ത ഓരോ സിങ്കിങ് മാർക്സ് ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫിനിഷിനെയാണ് റെറ്റിക്കുലേറ്റഡ് ഫിനിഷ് എന്ന് പറയുന്നത്. സോ ദീസ് സിങ്കിങ്സ് ആർ അബൌട്ട് 6 mm ഡീപ്പ്. 6 mm ഡീപ്പ് വരെ പോകാൻ പറ്റുന്ന അത്രയും ഡെപ്തിലുള്ള ഓരോ പോർഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. ദ മാർജിൻ അറൌണ്ട് ദ സിങ്കിങ് ഈസ് ഓഫ് കോൺസ്റ്റന്റ് വിഡ്ത്ത്. അതാണ്. The sunk surfaces may have punched marks to give a better appearance. Next is vermiculated finish. This type of dressing of stones is the same as the reticulated finish except they are more curved and give a worm-eaten type appearance. Reticulated ഫിനിഷിൽ നമ്മൾ ബൗണ്ടറി ഒരു 2 cm വിട്ടിട്ട് ബാക്കിയുള്ള ഒരു സിങ്കിങ് അപ്പിയറൻസ് ആണ് കൊടുത്തത്. വെർമിക്കുലേറ്റഡിൽ ഒരു വേംസിനെ പോലെ ഭയങ്കര കേർവ്ഡ് ആയ ഒരു അപ്പിയറൻസ് ആണ് കൊടുക്കുന്നത്. ഇതാണ് vermiculated. So it is not very common as they need a lot of labor for construction. Next is combed or dragged finish. This type of finish is done on soft stones. A comb is driven over the surface of the stone to remove it all elevating portions. So ഇതാണ് combed. നമ്മളിപ്പോൾ പറഞ്ഞ combed or dragged finish. So ഒരു കോംബോ അതേപോലെ എന്തെങ്കിലും വെച്ചിട്ട് ചിസിൽ വെച്ചിട്ട് നമ്മൾ ഇതിനിങ്ങനെ ഈ സർഫസിൽ നിന്ന് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തോട്ട് നിൽക്കുന്ന വശം മാത്രം നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഇസ് പിക്ഡ് ഡ്രസ്സിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ ഫിനിഷിംഗ് ദ സ്റ്റോൺസ് വിത്ത് എ പോയിന്റ് ആൻഡ് ദ ഡിപ്രഷൻ ഈസ് സ്മോളർ ദാൻ ദ എബൌട്ട് ടൈപ്പ്. സോ ദിസ് ഈസ് എ സ്പാരോ പിക്ഡ്. ഡിപ്രഷൻസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പഡിനേക്കാളും കുറവായിരിക്കും. ചെറിയ സ്പോട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഇസ് മോൾഡഡ് ഫിനിഷ്. മോൾഡിംഗ് ഈസ് ഡൺ ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് സ്റ്റോൺസ്. ദീസ് ആർ either handmade or machine made.
Next is rubbed finish. The surface of the stones are rubbed to get a smoother finish. One piece of stone is rubbed against the other. Water and sand are added to aid the operation. It can also be rubbed by hands or machines. So these are A. Strong, B. Punched, B. Sponged, C. Rock faced, D. Sparrow picked, E. Tooled, F. Sawn, G. Combed, H. Vermiculated, I. Reticulated. So next, requirements of a good building stones. First is strength. Generally, most of the building stones have high strength to resist load coming on it. Therefore, it is not of prime concern when it comes to check the quality of stones. But when the stones are to be used in large structures, it becomes necessary to check the compressive strength of stones. So mainly നമ്മൾ സ്റ്റോൺസിൻ്റെ compressive strength നോക്കാറില്ല, because we know that it has got enough high strength to resist the load coming on it. But for large structures, sometimes it becomes necessary to check the compressive strength of stones. So building stones, it should fall within a range of 60 to 200 Newton per mm square. Next is durability. Building stones should be capable to resist the adverse effects of natural forces like wind, rain and heat. So it should be durable. Natural exterior forces വരുമ്പോൾ അത് weathered-ആയി പോകരുത്. It must be durable and should not deteriorate. Okay, it should not deteriorate due to adverse effects of the above natural forces. Third is hardness. When stones are used in floors, pavements or aprons of bridges, they become subjected to bearing and abrasive forces caused by movement of machine or man. So it is required to test the hardness of the stone. It is measured in Mohs scale. It should be hard enough to resist the abrasive forces. Fourth one is toughness. Toughness of the stones means its ability to resist impact forces. പെട്ടെന്നുണ്ടാവുന്ന ഓരോ ഫോഴ്സസും റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിനെയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. The building stone should be tough enough to sustain stresses developed due to vibrations. The vibrations may be due to machinery mounted over them or due to the loads moving over them. So the stone aggregates used in the road construction should be tough enough. Fifth is specific gravity. So specific gravity, the more the specific gravity of the stone, the more heavier and stronger it will be. So therefore stones having higher specific gravity value should be used for the construction of dams, retaining walls, docks and harbors. The specific gravity of the building stone should lie between 2.4 to 2.8. Next is porosity and absorption capacity. The porosity of the building stones depend upon the mineral constituent and structural formation. So if stones used in a building are porous, then rainwater can easily enter into the pore space and cause damages to the stones. So it should be non-porous. Means porous ആണെങ്കിൽ water particles ഒക്കെ ഈ സ്റ്റോണിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം, and it can damage the building or whatever it may be. So non-porous ആയതായിരിക്കണം അതിൻ്റെ ഒരു good requirement എന്ന് പറയുന്നത്. Next, water absorption of stone is directly proportional to the porosity of rock. If a stone is more porous, then it will absorb more water and cause more damage. So it is directly proportional. കൂടുതൽ porous ആണെങ്കിൽ കൂടുതൽ അത് water absorb ചെയ്യും. So this is the maximum limit of water absorption for different kinds of stone: sandstone, limestone, granite, shale, slate and quartzite. Seventh is dressing. So giving required shape to the stone is called dressing. It should be easy to dress so that the cost of the dressing is reduced. ഒരു ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ ഡ്രസ്സിങ് കോസ്റ്റ് കമ്പാരബിളി കുറവായിരിക്കണം. മീൻസ് ഡ്രസ്സിങ് എളുപ്പമായിരിക്കണം. ഷുഡ് ബി ഈസി ടു ഡ്രസ് ദ സ്റ്റോൺ. ഹൗവർ കെയർ ഷുഡ് ബി ടേക്കൺ സോ ദാറ്റ് ദിസ് ഈസ് നോട്ട് ബി ദ കോസ്റ്റ് ഓഫ് ദ റിക്വയർഡ് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി. സോ നമ്മളുടെ സ്ട്രെങ്ത് ഇപ്പം നമ്മൾക്ക് ഡ്രസ്സിങ് എളുപ്പമായിട്ട് നമ്മൾ ഏറ്റവും അല്ലെങ്കിൽ ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത സ്റ്റോൺ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ റിക്വയർഡ് സ്ട്രെങ്ത്തിലും ഡ്യൂറബിലിറ്റിയും ഉള്ള സ്റ്റോൺസിൽ ഏറ്റവും ഡ്രസ്സിങ് കോസ്റ്റ് കുറവുള്ള സ്റ്റോൺസ് കൺസിഡർ ചെയ്ത് സെലക്ട് ചെയ്യാം. Next is appearance. In case of stones to be used for face works, where appearance is a primary requirement, its color and ability to receive polish is an important factor.
So light colored stones are more preferred than dark colored stones, as light colors are likely to fade out with time. സോ ലൈറ്റ് കളേഴ്സാണ് ഡാർക്കിനേക്കാളും കൂടുതൽ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡാർക്ക് കളേഴ്സ് പെട്ടെന്ന് ഫേഡ് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പിയറൻസ് നമ്മൾ നോക്കാറുണ്ട്. നെക്സ്റ്റ് സീസണിങ്. ഗുഡ് സ്റ്റോൺസ് ഷുഡ് ബി ഫ്രീ ഫ്രം ദ ക്വാറി സാപ്പ്. ക്വാറി സാപ്പ് എന്ന് വെച്ചാൽ ക്വാറി ഡസ്റ്റിൽ നിന്നൊക്കെ അത് പെട്ടെന്ന് ക്വാറി ഡസ്റ്റിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോൺസ് ആയിരിക്കും. അതൊന്നും കാണരുത് അതിൻ്റെ സർഫസിൽ. സോ ദ ലാറ്ററൈറ്റിക് സ്റ്റോൺസ് ഷുഡ് നോട്ട് ബി യൂസ് ഫോർ 6 to 12 months ആഫ്റ്റർ ക്വാറിയിങ്. They are allowed to get rid of quarry sap by the action of nature. Quarry sap എന്ന് വെച്ചാൽ നമ്മൾ ക്വാറിയിങ് പ്രോസസ്സ് കഴിഞ്ഞ് ഉണ്ടാവുന്ന അതിൻ്റെ ആ ഒരു സർഫസ് എന്ന് വെച്ചാൽ അവശേഷിപ്പുകൾ അതൊന്നും ഇപ്പം അതാ പറഞ്ഞിരുന്ന ലാറ്ററൈറ്റ് സ്റ്റോൺസ് ആണെങ്കിൽ ക്വാറിയിങ് കഴിഞ്ഞിട്ട് 6 to 12 months നമ്മൾ നേച്ചർ അതിനെ അങ്ങനെ തന്നെ മാറ്റി വെക്കണം. അപ്പോൾ ആ നാച്ചുറൽ പ്രോസസ്സ് വഴി തന്നെ അത് ക്ലീൻ ആയി കിട്ടും. So good stones should be free from quarry sap. The process of removing quarry sap is called seasoning. Quarry sap എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ okay. Next is workability. Stone should be workable. The stone is said to be workable when the work involved in stone working is economical and easy to conduct. Workability എന്ന് വെച്ചാൽ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ യൂസബിൾ ആയിരിക്കണം. അതിൻ്റെ കട്ടിങ്, ഡ്രസ്സിങ്, ഷേപ്പിംഗ് എല്ലാം ഒരു ലേബറിന് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ അങ്ങനെയുള്ള സ്റ്റോൺസാണ് മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് കോസ്റ്റ്. ദ കോസ്റ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ സെലക്ടിങ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. സോ അടുത്ത് ക്വാറിയിങ് സൈറ്റുള്ള ഒരു ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറവായിരിക്കും. അൾട്ടിമേറ്റ്ലി അതിൻ്റെ കോസ്റ്റും കുറവായിരിക്കും. നെക്സ്റ്റ് ഫയർ റെസിസ്റ്റൻസ്. സ്റ്റോൺസ് ഷുഡ് ബി ഫ്രീ ഫ്രം കാൽഷ്യം കാർബണേറ്റ്, ഓക്സൈഡ്സ് ഓഫ് അയോൺസ്, മിനറൽസ് ഹാവിംഗ് ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. Limestone, however, can withstand a little higher temperature up to 800 degrees Celsius വരെ ലൈംസ്റ്റോൺ നിൽക്കാൻ പറ്റും. Igneous rocks show marked disintegration principally because of quartz which disintegrates into particles at a temperature of about 575. Fire resistance, maximum fire resistance ഉള്ള സ്റ്റോൺസ് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കോമൺ ബിൽഡിംഗ് സ്റ്റോൺസ് ഓഫ് ഇന്ത്യ. നമ്മൾക്ക് പറയുന്നത് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് ഇസ് igneous rock and the qualities are hard and durable and available in different colors, highly resistant to natural forces, can take nice polish. Its specific gravity varies from 2.6 to 2.7. Its compressive strength varies from 75 to 127 Newton per mm square. Its weight is about 26 to 27 kilonewton per meter cube. So what are its uses? It can be used in steps, sills, facing work, walls, bridge pairs യൂസ് ചെയ്യാം, കോളംസിൽ യൂസ് ചെയ്യാം, റോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്യാം, ബലാസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ കാവിങ്. ഗ്രാനൈറ്റ് നമുക്ക് കാവ് ചെയ്തെടുക്കാൻ പറ്റില്ല. മെയിൻലി ലൊക്കേഷൻസ് ഇതാണ്. നെക്സ്റ്റ് സ്റ്റോൺ ബസാൾട്ട് ആൻഡ് ട്രാപ്പാണ്. ദേ ആർ ഇഗ്നേഷ്യസ് റോക്ക്. ഹാർഡ് ആൻഡ് ടഫ് ആണ്, ഡിഫിക്കൽട്ട് ടു വർക്ക്. ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 3. കംപ്രസീവ് സ്ട്രെങ്ത് 150 to 185 ആണ്. വെയിറ്റ് 18 to 29 kilonewton per meter cube ആണ്. യൂസസ് എന്ന് വെച്ചാൽ റോഡ് മെറ്റലായിട്ട് യൂസ് ചെയ്യും, റബിൾ മേസൺട്രിയിൽ യൂസ് ചെയ്യും, ഫൗണ്ടേഷൻ വർക്ക്സിൽ യൂസ് ചെയ്യും. മെയിൻലി കണ്ടുവരുന്ന സ്റ്റേറ്റ്സ് ഇവിടെയൊക്കെയാണ്, മഹാരാഷ്ട്ര, ബീഹാർ. നെക്സ്റ്റ് ഇസ് ലാറ്ററൈറ്റ്. ദിസ് ഇസ് എ മെറ്റാമോർഫിക് റോക്ക്. പോറസ് ആണ്, സ്പോഞ്ചി ആണ്, ഈസിലി ക്വാറി ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടെയ്ൻസ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഓക്സൈഡ് ഓഫ് അയൺ ആൻഡ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇറ്റ്സ് കംപ്രസീവ് സ്ട്രെങ്ത് വേരീസ് ഫ്രം 1.8 to 3.1 Newton per mm square. ലാറ്ററൈറ്റിന് ഇറ്റ്സ് എ ബിൽഡിംഗ് സ്റ്റോൺ, റോഡ് മെറ്റലും കൂടെയാണ്. റഫ് സ്റ്റോൺ മേസൺട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കേരളത്തിൽ കണ്ടുവരുന്നതാണ്. ലാസ്റ്റ് സാൻഡ് സ്റ്റോൺ. ദാറ്റ് ഇസ് എ സെഡിമെൻ്ററി ടൈപ്പ് റോക്ക് ഓർ ബിൽഡിംഗ് സ്റ്റോൺ. കൺസിസ്റ്റ് ഓഫ് quartz and other minerals, easy to work and dress the stone. Its specific gravity varies from 2.65 to 2.95. Compressive strength 64 ആണ്. Weight 20 to 22 kilonewton per meter cube ആണ്. So mostly used for steps, facing work, column, flooring, walls, rod metal, ornamental carvingനും സാൻഡ്സ്റ്റോൺ യൂസ് ചെയ്യും. മെയിൻ സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ്, AP, MP, പഞ്ചാബ്. ഓക്കെ.